ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിൻ്റെ കഥയാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറയുന്നത്. ഒടുക്കം വരെ ഇരിക്കണം, എന്നാലേ ഇതിലെ കോമഡി മനസ്സിലാവുള്ളൂ. കേരളത്തിലെ അടുക്കളകളുടെ കാര്യം വളരെ കഷ്ടമാണ്. കാരണം ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ നിത്യോപയോഗ വസ്തുക്കൾക്കും വില വർദ്ധിച്ചിരിക്കുകയാണ്. അത് ഒരിരട്ടിയോ രണ്ടിരട്ടിയോ അല്ല, 3 ഇരട്ടിയിലധികം വില വർദ്ധിച്ചു. ഇനി അഥവാ ഈ സാധനങ്ങളെല്ലാം ഇപ്പോൾ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി ഈ സാധനങ്ങളെല്ലാം വീട്ടമ്മമാർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കി അടുക്കളയിൽ എത്തിച്ചു എന്നിരിക്കട്ടെ, അത് പാചകം ചെയ്യാൻ ഗ്യാസിന്റെ വില എന്താ? അല്ല, ഗ്യാസ് ഇപ്പോ ഇന്ത്യ മാത്രമല്ലല്ലോ, എല്ലാം. ഞാൻ തമാശ പറഞ്ഞല്ല. നീ തമാശ പറഞ്ഞാണെന്ന് ആര് പറഞ്ഞു? എനിക്ക് ചിരി വന്നു പോയതല്ലേ. അവിടത്തും ലോകത്തിൽ എല്ലായിടത്തും ഈ മിഡിൽ ഈസ്റ്റിന്റെ ക്രൈസിസ് കാരണം അതിനു മുമ്പ് 2.5 കൊല്ലം മുമ്പേ യുക്രൈൻ റഷ്യ നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? എന്തു വലിയ മാറ്റമാണ് ഈ രാജ്യത്തുണ്ടാകുന്നത്. അത് നേടിയെടുക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഇടതു വലതു മുന്നണികൾ തയ്യാറാവുന്നില്ലല്ലോ എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ദുഃഖം. ഹൈഡ്രോ കാർബണും എനർജിയും ഒരു ഗ്ലോബൽ ഇഷ്യൂ ആണ്. അത് നമ്മൾ മിഡിൽ ഈസ്റ്റും വെനസ്വേലയും റഷ്യയിൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് എല്ലാവരും ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഇന്ത്യ മാത്രമല്ല, കേരളം മാത്രമല്ല, അത് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഇതെല്ലാം ഒരു ഗ്ലോബൽ ഇഷ്യൂസ് ആണ്. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് അച്ഛന്റെ സ്വഭാവം അല്ല, ഇതല്ല എന്റെ അഭിപ്രായം ചോദിക്കാണോ? ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒന്നുമില്ലേ. അല്ല, നോക്കൂ, പൊളിറ്റിക്കൽ തന്ത്രം, രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായി വിവാദ രാഷ്ട്രീയം ചെയ്യുന്നവർ വിവാദം മാത്രമേ ചെയ്യുള്ളൂ. കഥ മനസ്സിലായി, പക്ഷെ കാര്യം മനസ്സിലായില്ല. ഇതില് നമുക്ക് ആർക്കും സംശയം ഉണ്ടാകാൻ പാടില്ല. ഇന്ന് ഇതല്ല വേറെ എന്തെങ്കിലും നടന്നെങ്കിൽ വേറെ വിവാദം ഉണ്ടായിരുന്നേ. അപ്പൊ ഇവർക്ക് വേറെ ഒന്നും പറയാനില്ല. അടുത്ത 30 ദിവസം വിവാദം മാത്രം ചെയ്യാൻ പോകുന്ന രാഷ്ട്രീയക്കാരാണ്. അതെ, ചേട്ടനോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല, എല്ലാം മാച്ചളഞ്ഞേക്ക്. ഞാൻ ഈ വഴിക്ക് വന്നിട്ടേ ഇല്ല. ഈ കോൺഗ്രസും CPM ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിടിക്കും. എന്തിനാണ് വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. അതല്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം പിടിക്കും. വിവാദ രാഷ്ട്രീയം മുമ്പോട്ട് വെക്കും. എന്നിട്ട് നിങ്ങൾ എല്ലാവരും അത് പോയിട്ട് ബൈറ്റ് എടുക്കും. എന്നിട്ട് എന്നോട് വന്ന് എന്റെ അഭിപ്രായം ചോദിക്കും. ആളുകൾ കളിയാക്കി ചിരിക്കുക. ഞാൻ അഭിപ്രായം തരുമ്പോൾ അത് നല്ലതല്ലാതെ നിങ്ങൾ പറയും. അതാണ് സ്റ്റോറി. നിങ്ങൾക്കുണ്ടല്ലോ സാമാന്യ ബുദ്ധിയും, ഇത് കാണുന്ന ജനങ്ങൾക്കുണ്ടല്ലോ. അത് പക്ഷെ നിങ്ങളെ ബുദ്ധി പോലത്തെ അല്ല സാറേ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഞാൻ വലിയ നെഗറ്റീവായിട്ട് പറയുന്ന ആളല്ല. അത് മനസ്സിലാവുകയില്ല. ഫുൾ പോസിറ്റീവാണ്. ഇതേ റിയാസ് പറഞ്ഞല്ലോ, ഇത് അല്പത്തരമാണെന്ന്. അതായത് ഇവിടുത്തെ മന്ത്രിയെ പങ്കെടുപ്പിക്കില്ല, BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ മുൻ മന്ത്രിയാന്ന് പറഞ്ഞ് പങ്കെടുപ്പിക്കും അല്ലെ? അത് നിങ്ങളുടെ അഭിപ്രായം. എന്റെ അഭിപ്രായം ഇതാണ്. പൊതുമരാമത്ത് വകുപ്പ് ഭരിക്കുന്നതേ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. റിയാസ് അദ്ദേഹത്തിന്റെ അമ്മായിയപ്പനോട് പറഞ്ഞോട്ടെ, ഞങ്ങളോടൊന്നും പറയണ്ടേ. ഇനി ഇത് ആവർത്തിക്കരുത്. 2016 മെയ് 31 ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റെടുത്ത തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒന്ന് കെ സുരേന്ദ്രൻ, അന്നത്തെ BJP സംസ്ഥാന പ്രസിഡന്റ്, നീ രാജിവെക്കണ്ട, അങ്ങനെ വഴിക്ക് വാ, നിന്നെ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. ഇന്ന് രാജീവ് ചന്ദ്രശേഖരനാണ്, അന്ന് കെ സുരേന്ദ്രനാണ്. ആ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അന്നൊരു പ്രഖ്യാപനം നടത്തി. അതിപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലുണ്ട്. അതിങ്ങനെയായിരുന്നു: മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിലുള്ള 2 പ്രധാന വെല്ലുവിളികൾ ദേശീയപാതാ വികസനവും ഗെയിൽ വാതക പൈപ്പ് ലൈൻ പ്രവർത്തനം പൂർത്തീകരണവും ആയിരിക്കും. ഇത് രണ്ടും ഫലപ്രദമായി വിജയിപ്പിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതൊരു നേട്ടം തന്നെയായിരിക്കും. ഒരു പ്രവചനത്തിന് മുതിരുന്നില്ല. ഇതിൽ രണ്ടിലും വിജയിച്ചാൽ പിണറായി വിജയൻ നിശ്ചയദാർഢ്യമുള്ള നേതാവാണ് എന്ന് സമ്മതിക്കേണ്ടി വരും എന്നാണ് സുരേന്ദ്രൻ പോസ്റ്റ് ചെയ്തതെന്ന്. അത് ഈ നാട്ടിലെ ജുഡീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ വെല്ലുവിളിക്കുകയാണല്ലോ. പിണറായി അപ്പോൾ ഭരിച്ചു തുടങ്ങി. ഇപ്പോൾ കാലം കുറച്ച് 10 വർഷം കഴിയുമ്പോൾ ഗെയിൽ പൂർത്തിയായി, ദേശീയപാതാ വികസനം ഒരു പരിധിവരെ പൂർത്തിയായി. സ്ഥലമേറ്റെടുപ്പ് പിണറായി വിജയൻ അധികാരമേറ്റെടുത്ത ഉടൻ ആരംഭിച്ചതാണ്. അതന്ന് മുന്നോട്ട് പോയി. പലയിടത്തും സമരങ്ങളായി. കീഴാറ്റൂർ കേരളത്തിന്റെ നന്ദിഗ്രാമാകുമെന്നിവരെ അന്ന് അവിടെ കൂടിയ ആളുകൾ പ്രഖ്യാപിച്ചതാണ്. എന്നെ കൊണ്ട് പറയിപ്പിച്ചടങ്ങൂല്ലേ. രമേശ് ചെന്നിത്തല മുതൽ VM സുധീരൻ മുതൽ PC ജോർജ് വരെ നേതാക്കൾ അങ്ങോട്ട് പോയി. ഈ പരിപാടി നടത്താൻ വിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചു. കെ സുരേന്ദ്രന്റെ BJPക്കാർ കേന്ദ്രമന്ത്രിയെ വരെ കൊണ്ടുവന്ന് ദേശീയപാതാ സ്ഥലമെടുപ്പിനെതിരെ സമരം ചെയ്യിച്ചു. നായിന്റെ മോനെ, ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ക്രിമിനൽ പോലും
ഇത്രയും തരംതാഴ്ന്ന പ്രവൃത്തി ചെയ്യില്ല. സുരേഷ് ഗോപി മുതൽ ഗോപാലകൃഷ്ണൻ വരെ അവിടെ കീഴാറ്റൂർ പോയി സമരയിരുന്നു. കാലം കുറേ പോയി. നിപ്പ വന്നു, പ്രളയം വന്നു, കോവിഡ് വന്നു, ദേശീയപാതയും കുറേ വന്നു. അതിൻ്റെ ഉദ്ഘാടന പരിപാടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു. അപ്പോൾ അതായത് ഈ കാലത്ത് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനാണ്. പരിപാടിക്ക് രാജീവ് ചന്ദ്രശേഖരൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേര് വെട്ടി അവിടെ കയറിയിരുന്നു. കേരള സംസ്ഥാനം ഏകദേശം 10,000-ലധികം കോടി രൂപ 5,000 തുകയായും 5,000 വായ്പയായും ചെലവാക്കിയ പദ്ധതിക്ക് നമ്മുടെ മന്ത്രിയെ, കേരളത്തിന്റെ മന്ത്രിയെ, പൊതുമരാമത്ത് മന്ത്രിയെ വിളിച്ചില്ല. രാജീവ് ചന്ദ്രശേഖരൻ അവിടെ കുമ്മനടിച്ച് കയറിയിരുന്നു. എന്താ കഥ? കീഴാറ്റൂരിന്റെ പേര് പറഞ്ഞ് മുടക്കാൻ പോയ സുരേഷ് ഗോപി അടക്കം വേദിയിൽ സ്വാഗതം പറയാനുണ്ട്. അല്പത്തരത്തിന്റെ അയ്യരുകളി തന്നെയായിരുന്നു ദേശീയപാത 2 റീച്ചുകളുടെ ഉദ്ഘാടന പരിപാടി. എനിക്കൊരു എത്തും പിടി കിട്ടണില്ല. എന്നാലും രാജീവ് ചന്ദ്രശേഖരൻ അടക്കം കയറിയിരുന്ന പരിപാടിക്ക് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ മാറ്റി നിർത്തിയത് എന്തിനായിരിക്കും? ഞാൻ ഒരു സാമാന്യ ബുദ്ധി ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇത് സാമാന്യമല്ല, അസാമാന്യ ബുദ്ധി തന്നെ ട്ടാ. ഇതൊരു സന്ദർഭമാണ്. മേലേക്കിടയിലും താഴേക്കിടയിലും എനിക്ക് എന്ത് സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം. എന്താ ആ ബുദ്ധിയിലുള്ളത്? അത് പറ. എന്റെ അഭിപ്രായം ഞാൻ ഇന്ന് പറയുന്നു. എന്താ അഭിപ്രായം? മുഖ്യമന്ത്രിയെ ഇൻവൈറ്റ് ചെയ്തില്ലേ? ഇനിയിപ്പോ മുഖ്യമന്ത്രിനൊപ്പം മരുമകനും വരണമെന്ന് അദ്ദേഹത്തിന്റെ ഒരു നിർബന്ധം ഉണ്ടെങ്കിൽ 7 ദിവസം മുമ്പേ എഴുതി പറഞ്ഞ എന്താ പറഞ്ഞില്ല? ആചാരം എങ്ങനെയാ? എല്ലാ തീരുമാനങ്ങളും പെട്ടെന്നായിരിക്കും, ഒരു വിട്ടുവീഴ്ചയില്ല. ഇതേതാ മരുമകന്റെ കാര്യം പറയുന്നപ്പാ? പണ്ട് മറ്റേ അമ്മായിയപ്പനെ പുറത്താക്കി സ്വത്തെല്ലാം അടിച്ചെടുത്ത് മൂപ്പരെ പെരുവഴിയിലാക്കിയ ഏതോ ഒരു ടെക്നോക്രാറ്റ് മരുമകന്റെ കഥ ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ മരുമകന്റെ കാര്യമാണോ? ഒരു കയ്യബദ്ധം നാറ്റിക്കരുത് സാർ ഈ പറയുന്നത്? അല്ല, ഞാൻ അതല്ലല്ലോ പറഞ്ഞത്. ഓ അതല്ല, സമാധാനം. പിന്നെ ഏതാ പറയുന്നത്? ഇനിയിപ്പോ മുഖ്യമന്ത്രിന്റെ മരുമകനെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് എവിടെ എഴുതിയിട്ടില്ല. അത് അവർക്കൊരു പ്രശ്നമാണെങ്കിൽ ആയിക്കോട്ടെ. അതങ്ങനെ അവരുടെ പ്രശ്നമല്ല സാറേ, കേരളത്തിന്റെ പ്രശ്നമാണ്. നമ്മുടെ ദേശീയപാതയല്ലേ, അതിന് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിനെ വിളിക്കണ്ടേ? കറക്റ്റ് ആണല്ലേ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രകാരം ഒരു പ്രോട്ടോകോൾ പ്രകാരം ഹെഡ് ഓഫ് സ്റ്റേറ്റ് മുഖ്യമന്ത്രിനെ വിളിക്കുന്നു. വിളിക്കുന്നു. എന്നിട്ട് അല്ല, നോക്കൂ, പ്രോട്ടോകോൾ വഴി ചീഫ് മിനിസ്റ്ററിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. അത് മനസ്സിലായി. അത് കഴിഞ്ഞ് പൊതുമരാമത്ത് മന്ത്രിനെ വിളിക്കാത്തത് എന്താന്നാണ് ചോദ്യം. അവിടെ BJPന്റെ സംസ്ഥാന പ്രസിഡന്റ് അതായത് രാജീവ് ചന്ദ്രശേഖർ കയറിയിരുന്നല്ലോ പകരമായിട്ട്. ഇനിയിപ്പോ 30 ദിവസം കഴിഞ്ഞിട്ട് റിയാസ് മന്ത്രി ആവില്ല, മുഖ്യമന്ത്രി ആവില്ല എന്ന് അവർക്കറിയാം. അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഈ ചെയ്യുന്നത് എവിടുത്തെ പരിപാടിയാണ്? എങ്ങനെയെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കുക, അതിൽ മാധ്യമ സുഹൃത്ത് പങ്കാളി ആവണ്ടെന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന. ഇങ്ങനൊരു മരത്തലേനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇനി മാധ്യമങ്ങളുടെ തലയിലിട്ടോ. നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? അത് പറ. എന്താണ് 7 ദിവസം മുമ്പ് പറയാത്തത്? അത് പറഞ്ഞല്ലോ ആര്? മുഖ്യമന്ത്രി. അതുപ്രകാരമാണല്ലോ വിളിക്കേണ്ടത്, പക്ഷെ വിളിച്ചില്ല. അല്ല, ഞാൻ അതല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്താന്ന് പറയുന്നതെന്ന്. എന്താ പ്രശ്നം മനസ്സിലാവുന്നില്ല. അതാ പറഞ്ഞത്, നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായം വല്ല പണിക്ക് പോയിക്കൂടെ? കേരളത്തിലെ കാര്യം മനസ്സിലാവുന്നില്ല എന്ന്. ഇവിടുത്തെ പൊതുമരാമത്ത് മന്ത്രി, നമ്മുടെ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിനെ വിളിച്ചില്ല. നിങ്ങൾക്ക് അതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമുക്കുണ്ട്. അതിനേക്കാൾ എന്ത് കൂടിയ യോഗ്യതയാണ് കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിനേക്കാൾ എന്ത് കൂടിയ യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് ചോദിച്ചത്. നോക്ക്, ഇനിയിപ്പോ അത് ഒരു വിവാദം. നോക്കൂ, ഇനിയിപ്പോ ഇലക്ഷന് 30 ദിവസമുണ്ട്. അതുകൊണ്ടാണ് ഈ ആളെ പറ്റിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.